നമസ്കാരം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 1-ാം അധ്യായത്തിലെ 29-ാമത്തെ ശ്ലോകമാണെന്ന് പറയേണ്ടത്. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണ സ്വാമിനേ നമഃ. ശ്ലോകം 29. കശ്ചിൽ സുഖം സാത്വത വൃഷ്ണിഭോജ ദാശാർഹകാണാം അധിപഃ ആസ്തേ യമഃ വൃഷിഞ്ചച്ഛദപത്രനേത്രോ നൃപാസനാശാം പരിഹൃത്യ ദൂരാത്. കശ്ചിൽ സുഖം സ്വാതത വൃഷ്ണിഭോജ ദാശാർഹകാണാം അധിപഃ ആസ്തേ യമഭ്യഷിഞ്ചശ്ചദപത്രനേത്രോ നൃവാസനാശാം പരിഹൃത്യ ദൂരാത്. അതിൻ്റെ വാക്കർത്ഥം പറയുമ്പോൾ താമരസാക്ഷൻ രാജാസനാഗ്രഹത്തെ ദൂരെ ഉപേക്ഷിച്ചിട്ട് യാതൊരുവനെ അഭിഷേകം ചെയ്തുവോ സാത്വതന്മാർ, ഭോജന്മാർ, ദാശാർഹകന്മാർ ഇവരുടെ നാഥനായ അവൻ സുഖമായിരിക്കുന്നുവോ, ശ്രീകൃഷ്ണൻ സുഖമായിരിക്കുന്നുവോ എന്നാണ് ചോദിച്ചത്. അതിൻ്റെ ഒരു ഭാവാർത്ഥം, രാജ്യഭാരം വഹിക്കുന്ന രാജാക്കന്മാരിരിക്കുന്ന സിംഹാസനത്തിലുള്ള ആശയെ ദൂരെ ഉപേക്ഷിച്ചവനും താമരതളം പോലെയുള്ള നേത്രങ്ങളോടുകൂടിയവനുമായ ശ്രീകൃഷ്ണൻ ആരെ സിംഹാസനാധിപതിയായി അഭിഷേകം ചെയ്തുവോ സാത്വതന്മാർ, വൃഷ്ണികൾ, ഭോജന്മാർ, ദാശാർഹകന്മാർ ഇവർക്ക് അധിപനായ ആ ഉഗ്രസേനൻ സൗഖ്യമായിരിക്കുന്നുവോ, പ്രജകളുടെ സുഖത്തിന് കാരണഭൂതനായ രാജാവിൻ്റെ സുഖം വിശേഷിച്ചും അറിയേണ്ടതാണെന്നുള്ള ആശയത്തെ സ്പഷ്ടമാക്കിയിരിക്കുന്നു. ഞാൻ ശ്രീകൃഷ്ണന് സുഖമാണോ അങ്ങനെയല്ല, ഉഗ്രസേന മഹാരാജാവിന് സുഖമാണോ എന്നാണ് ചോദിച്ചത്. ഇനി 30-ാമത്തെ ശ്ലോകം. കശ്ചിദ്ധരേ സൗമ്യ സുത സദൃക്ഷ ആസ്തേ അഗ്രണീരഥിനാം സാധു സാംബ അസൂയയം ജാംബവതി വ്രതാഢ്യ ദേവം ഗുഹം യോ അംബികയാ ധൃതോ അഗ്രേ. കശ്ചിദ്ധരേ സൗമ്യസുത സദൃക്ഷ ആസ്തേ അഗ്രണീരഥിനാം സാധു സാംബ അസൂത യം ജാംബവതി വ്രതാഢ്യ ദേവം ഗുഹം യോ അംബികയാ ധൃതോ അഗ്രേ. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, ഹേ സാധു, ഹരിയുടെ സദൃശപുത്രനും ഹരിയെപ്പോലെ തന്നെ ശ്രീകൃഷ്ണനെ പോലെ ഉള്ള രൂപഭംഗിയുള്ളവനും മഹാരഥാഗ്രണ്യനുമായ സാമ്പൻ സുഖമായിരിക്കുന്നുവോ, പൂർവജന്മത്തിൽ യാതൊരുവൻ പാർവതീദേവിയാൽ ധരിക്കപ്പെട്ടുവോ, വ്രതാനുഷ്ഠാനത്താൽ യോഗ്യത സമ്പാദിച്ച ജാംബവതി ചില്ലറ കാര്യമല്ല, തപസ് ചെയ്തിട്ടുള്ളവളാണ്, ദേവനായ യാതൊരു സുബ്രഹ്മണ്യനെ പ്രസവിച്ചുവോ. അപ്പോൾ ജാംബവതി അംബിക പാർവതീദേവിയുടെ അവതാരം എന്നാണ് പറഞ്ഞത്. പറഞ്ഞോ, പാർവതീദേവിയാൽ ധരിക്കപ്പെട്ടുവോ. ഇതൊക്കെയാണ് നമ്മൾ അർത്ഥം അറിയുമ്പോൾ മനസ്സിലാവുക. അല്ലെങ്കിൽ സപ്താഹത്തിന് എന്താ നമുക്ക് മനസ്സിലാവുക, ആലോചിച്ച് നോക്കണം. ഹേ സൗമ്യ സ്വഭാവനായ ഉദ്ധവരെ,
ഉമാദേവി മുൻജന്മത്തിൽ ഏതൊരു കുമാരനെ ഗർഭത്തിൽ ധരിച്ചുവോ ആ ദേവനായ സുബ്രഹ്മണ്യനെ വരദാഢ്യയായ ജാമ്പവതി പുത്രനായിട്ട് പ്രാപിച്ചു. കൃഷ്ണൻ്റെ പുത്രനും കൃഷ്ണസദൃശനും രതികളിൽ വെച്ച് ശ്രേഷ്ഠനുമായ ആ സാമ്പൻ സുഖമായിരിക്കുന്നുവോ സുബ്രഹ്മണ്യ സ്വാമിയാണ് ആ സാമ്പനായി അവതരിച്ചിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. മൈ ഗോഡ് അല്ലേ? എന്താ പറയുക, നമ്മൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വായിക്കുന്നവർക്കും അല്ലെങ്കിൽ ആചാര്യന്മാർക്ക് ഇത്ര ഗഹനം ഉണ്ടാവില്ല. കാരണം ഇതൊരു സബ്ജക്റ്റല്ല അവരെ സംബന്ധിച്ചിടത്തോളം. നോട്ടീസിൽ പറഞ്ഞ കാര്യങ്ങൾ അവർ പറയൂ. മനസ്സിലായില്ലേ? അപ്പോൾ 31 ശ്ലോകം. ക്ഷേമം സ കശ്ചിത് യുയുധാന ആസ്തേ യുയുധാന ആസ്തേ യഫാൽഗുനാലബ്ധധനുരഹസ്യ ലേഭേഞ്ച സാധോക്ഷജ സേവയൈവ ഗതിം തദീയാം യദി ബിർദുരാപാം. ക്ഷേമം സ കശ്ചിത് യുയുധാന ആസ്തേ യഫാൽഗുനാലബ്ധധനുരഹസ്യ ലേഭേ അഞ്ജസാ അധോക്ഷജ സേവയൈവ ഗതിം തദീയാം യദി ബിർദുരാപാം. അർജുനനിൽ നിന്ന് ലഭിക്കപ്പെട്ട ധനുർവേദ രഹസ്യത്തോടുകൂടിയ യാതൊരു സാത്വികി അർജുനൻ്റെ ശിഷ്യനാണ്. പിന്നെ സുഖമായിരിക്കുന്നുവോ അവൻ അധോക്ഷജ സേവയ ശ്രീകൃഷ്ണ ഭജനം കൊണ്ട് തന്നെ. അധോക്ഷജൻ എന്നുള്ളത് കൃഷ്ണൻ്റെ ഒരു പര്യായമാണ്. അകക്കണ്ണുകൊണ്ട് അറിയേണ്ടവെന്നാണ് അർത്ഥം പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ സന്യാസികൾക്ക് കൂടെ കിട്ടുവാൻ പ്രയാസമുള്ളതായ ശ്രീകൃഷ്ണപാദപ്രാപ്തിയെ അനായാസന് ലഭിച്ചു. എല്ലാവർക്കും ബുദ്ധിമുട്ടണമെന്നില്ല, ബുദ്ധിമുട്ടാണ്ട് ചിലവർക്ക് കിട്ടും. മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയുമ്പോൾ അർജുനനിൽ നിന്ന് ധനുർവേദ രഹസ്യത്തെ അറിഞ്ഞിരിക്കുന്ന ഏതൊരുവൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദവചനം കൊണ്ട് തന്നെ സന്യാസികൾക്ക് കൂടി ലഭിപ്പാൻ കഴിയാത്തതായ ശ്രീകൃഷ്ണ സ്വരൂപ പരമഭക്തിയെ പരബ്രഹ്മം തന്നെ കൃഷ്ണൻ എന്ന ബോധത്തെ അതുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ തിണ്ടിത്തിരിയണത്? നമ്മൾ ശ്രീകൃഷ്ണൻ പരബ്രഹ്മസ്വരൂപനാണ് എന്നറിഞ്ഞാൽ ആ പരബ്രഹ്മസ്വരൂപം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലല്ലേ? ഇതല്ലേ നാരദര് ഗ്രഹണ സമയത്ത് വസുദേവർ ചോദിക്കണ്ടേ, ഞാൻ ആരേനെയാണ് ഇനി പൂജിക്കേണ്ടത്? അപ്പോൾ 75 വർഷം കൃഷ്ണൻ നിങ്ങളുടെ വീട്ടിൽ മകനായിട്ടുണ്ടായിട്ട് കൂടി നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ ഇനി എന്താ ചെയ്യുക? അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കണം. എവിടെയും പോണ്ട. അവരവരുടെ ജീവനെയാണ് അമൃതസ്വരൂപനായിരിക്കുന്ന പരബ്രഹ്മം എന്ന് പറഞ്ഞത്. അതിനാണ് ഞാൻ ഈ ഭാഗവതം ക്ലാസ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്ന പ്രമാണമൊക്കെ വാരിക്കോരി തന്നിട്ടുള്ളത്. അത് അറിയാണ്ട് അത് മൈനസ് ഇത് നത്തിങ്, 0 ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു നന്നായി അടഞ്ഞുവോ ആ സാത്വിക ക്ഷേമമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതും കഴിഞ്ഞു. ഇനി 32 ശ്ലോകം. കശ്ചിൽ ബുധ സ്വസ്ത്യനമീവ ആസ്തേ സ്വഫൽകപുത്രോ ഭഗവൽ പ്രപന്ന യ കൃഷ്ണപാദാങ്കിതമാർഗപാം സുഷ്വജ്യേഷ്ഠത പ്രേമ വിഭിന്ന ധൈര്യാം. കശ്ചിൽ ബുധ സ്വസ്ത്യനമീവ ആസ്തേ സ്വഫൽകപുത്രോ ഭഗവൽ പ്രപന്ന യ കൃഷ്ണപാദാങ്കിതമാർഗപാം സുഷ്വജ്യേഷ്ഠത പ്രേമ വിഭിന്ന ധൈര്യാം. ഒരു മിനിറ്റ്, ഇവിടെ ഞാനൊരു 4ാമത്തെ വരി, അതായത് 3ഉം 4ഉം ഞാൻ ഒന്നുകൂടി വായിക്കാം നിങ്ങൾക്ക്. യ കൃഷ്ണപാദാങ്കിതമാർഗപാം സുഷു അജ്യേഷ്ഠത പ്രേമ വിഭിന്ന ധൈര്യ എന്ന് പറഞ്ഞാൽ ബലെ ബേഷായി.
യ കൃഷ്ണപാദാങ്കിതമാർഗപാംസുഷു അചേഷ്ടത പ്രേമ വിഭിന്ന ധൈര്യം. ഇനി അതിൻ്റെ വാക്കാർത്ഥം പറയണം. എങ്ങനെയത്? ദോഷരഹിതനും ഭഗവാനെ ശരണം പ്രാപിച്ചവനും. ഭഗവാനെ ശരണം പ്രാപിച്ചാൽ എല്ലാ ദോഷങ്ങളും പോയി. തത്വമറിഞ്ഞവനുമായ ബുധ, തത്വമറിഞ്ഞവനുമായ അക്രൂരൻ സുഖമായിരിക്കുന്നുവോ? യാതൊരുവൻ ഭക്തിയാൽ ധൈര്യമില്ലാത്തവനായിട്ട് ശ്രീകൃഷ്ണൻ്റെ ചരണചിഹ്നങ്ങളാൽ അടയാളപ്പെട്ട മാർഗധൂളികളിൽ ഉരുണ്ടു. ഈ കഥ എപ്പോഴാണ് ഉണ്ടാവണത്? ഭഗവാൻ ബലരാമസ്വാമിയോടുകൂടെ ധനുര്യാഗം വീക്ഷിക്കാൻ കംസൻ്റെ ക്ഷണിതാക്കളായിട്ട് അക്രൂരനാണ് വന്നത്. അപ്പോൾ അക്രൂരൻ പരമഭക്തനാണ്. അപ്പോൾ ഗോകുലത്തിലേക്ക് കടന്നതും ഓരോ മൺതരികളാണ്. അതിൽ ഭഗവാന്റെ പാദചിഹ്നങ്ങൾ കണ്ടു. ചാടി ഇറങ്ങി ഉരുളാൻ തുടങ്ങി. ഭക്തിരസം. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയാം. വിദ്വാനും ഭഗവാനെ ശരണം പ്രാപിച്ചവനും പാപം ലേശം ഇല്ലാത്തവനും ശ്വഫൽക്കൻ്റെ പുത്രനും ശ്രീകൃഷ്ണൻ്റെ പാദങ്ങൾ പതിഞ്ഞിരുന്ന വഴിയിലുള്ള ധൂളികളിൽ പ്രേമാധിക്യത്താൽ മനസ്സലിഞ്ഞുരുണ്ടവനുമായ അക്രൂരൻ സൗഖ്യമായിരിക്കുന്നുവോ? അടുത്ത ശ്ലോകം 33. കശ്ചിത് ശിവം ദേവകഭോജപുത്ര്യാ വിഷ്ണുപ്രജായാ ഇവ ദേവമാധു യാ വൈ സ്വഗർഭേണ ദധാരദേവം ത്രയീയഥായജ്ഞവിധാനം അർത്ഥം. കശ്ചിൽ ശിവം ദേവകഭോജപുത്ര്യാ വിഷ്ണുപ്രജായാ ഇവ ദേവമാധു യാ വൈ സ്വഗർഭേണ ദധാരദേവം ത്രയീയഥായജ്ഞവിധാനം അർത്ഥം. അപ്പോൾ പറഞ്ഞു അതിൻ്റെ വാക്കാർത്ഥം പറയണം. ദേവകൻ എന്നു പേരായ ഭോജൻ്റെ പുത്രിക്ക്, ദേവകനല്ല ദേവക എന്ന് പേരായ ഭോജൻ്റെ പുത്രിക്ക് വിഷ്ണുവാകുന്ന സന്താനത്തോടു കൂടിയ ദേവമാതാവിനെ പോലെ മംഗളം തന്നെയോ? യാതൊരുവൾ വേദം യാഗത്താൽ വിസ്തരിക്കപ്പെടുന്ന വസ്തുതത്വത്തെ എന്ന പോലെ വിഷ്ണുവിനെ തൻ്റെ ഗർഭത്തിൽ ധരിച്ചുവോ? അവിടെ നിന്നിട്ടില്ല, കോമേ. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ഋക് സാമ യജുർഭാഗങ്ങൾ ചേർന്ന വേദം യാഗത്തിൻ്റെ വിസ്താരരൂപമായ അർത്ഥത്തെ വസ്തു ഐക്യത്തെ ഭഗവാനെ പ്രാപിച്ചു. വസ്തു ഐക്യത്തെ ധരിക്കുന്നത് പോലെ തൻ്റെ ഗർഭത്തിൽ ഭഗവാനെ ധരിച്ചു. പുത്രത്വേന ഭഗവാനെ പ്രാപിച്ചു. ദേവമാതാവായ അതിഥി ദേവിയെപ്പോലിരിക്കുന്നവളും ദേവകനെന്നു പേരായ ഭോജൻ്റെ പുത്രിയായി ജനിച്ചവളുമായ ദേവകീ ദേവി ക്ഷേമമായിരിക്കുന്നുവോ? ഇങ്ങനെ എണ്ണി ചോദിക്കാൻ തുടങ്ങി. 34. ഒരു മിനിറ്റ്. അതായത് ഈ 1-ാം അധ്യായത്തിൽ 45 ശ്ലോകം. ഇപ്പം നമ്മൾ 34. അപ്പോൾ ഇനി ഞാൻ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു അന്താസ് അറിയണം എത്ര സമയത്തിലാണ്. ഇവിടെ ഇപ്പം നമ്മൾ 30 മിനിറ്റാണ്, പക്ഷെ അവിടെ 1.5 മണിക്കൂറും 2 മണിക്കൂറാണ് ഭവനത്തിൽ ഇതന്നെ ക്ലാസ് പറഞ്ഞ ശൈലി. അപ്പോൾ ഐ ആം ദി ബ്ലസ് എന്ന് പറയാൻ കാരണം എന്താ? ഈ മൂലം ഭാഗവതം ഇങ്ങനെ കൈകാര്യം ചെയ്യാനും ഞാൻ വായിച്ച് പഠിച്ചിട്ട് ഇപ്പോൾ പണ്ടാരോ പറഞ്ഞ കൂട്ടത്തിൽ ഈ കത്തി മൂർച്ച കൂട്ടിയില്ലെങ്കിൽ പിന്നെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ബുദ്ധിയെ മൂർച്ച കൂട്ടാൻ റിവിഷൻ ചെയ്യണം.
അല്ലാണ്ട് ഒരു പ്രാവശ്യം ഭാഗവതം കേട്ടു ഇനി എന്ത് കേൾക്കാനാ ചോദിക്കരുത്. പറഞ്ഞേ അഭിസുതാസ്തേ ഭഗവാൻ സുഖംബോ യസാത്വതാം കാമധുഗോ അനിരുദ്ധ യാമാം അനന്തി യമാം അനന്തി സ്മഹ ശബ്ദയോനീം മനോമയം സത്വദൂരി സത്വതുരീയതത്വം തുരീയതത്വം അതായത് സമാധി എന്നർത്ഥം, തുരീയം. അഭിസ്യുതാസ്തേ ഭഗവാൻ സുഖംബോ യാ സാത്വതാം കാമദുഘോ അനിരുദ്ധ യാമാം അനന്തി. ഒരു മിനിറ്റ്. അവിടെ ലേശം അതായത് ആ യമാം അനന്തി ആ വാക്ക് എങ്ങനെ പിരിച്ച് എന്നുള്ളത് നോക്കണം. ആമനന്തി എന്നാണ്. ആമനന്തി യം ആമനന്തി എന്നാണ്. യം ആമനന്തി ഇല്ലെങ്കിൽ എന്താ ഉണ്ടോ, അതിൻ്റെ അർത്ഥം ശരിക്കും വരില്ല. അതുകൊണ്ടാണ് ആമനന്തി. അഭിസ്വിതാസ്തേ ഭഗവാൻ സുഖംബോ യ സാത്വതാം കാമധുഗോ അനിരുദ്ധ യം ആമനന്തി സ്മഹ ശബ്ദയോനിം മനോമയം സത്വതുരീയതത്വം തത്വം സത്വ എന്നിട്ട് ഒന്ന് നിർത്തണം. സത്വതുരീയതത്വം. അപ്പോൾ പിന്നെ ഭക്തന്മാരായ നിങ്ങളുടെ അഭീഷ്ടങ്ങളെ പ്രദാനം ചെയ്യുന്നവനും ഐശ്വര്യപരിപൂർണനുമായ യാതൊര അനിരുദ്ധൻ സുഖമായിരിക്കുന്നുവോ, യാതൊരുവനെ അന്ധകരണങ്ങളിൽ നാലാമത്തേതിൻ്റെ അതിദൈവമെന്നും, അന്ധകരണങ്ങളിൽ നാലാമത്തെ അതിദൈവം മനസ്വരൂപനും ശബ്ദങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനമെന്നും വേദങ്ങൾ പറയുന്നുവോ. അതിൻ്റെ ഭാവാർത്ഥം, വേദങ്ങൾ ഏതൊരുവനെ ശാസ്ത്രത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനമെന്നും മനസ്സിൻ്റെ പ്രേരകൻ എന്നും ചിത്തം അഹങ്കാരം ബുദ്ധി മനസ്സ് എന്ന 4 വിധം വിഭാഗമുള്ള അന്ധകരണത്തിൽ നാലാമത്തേതായ മനസ്സിൻ്റെ അധിഷ്ഠാന തത്വമെന്നും പറയുന്നുവോ, ആ വിധം മഹിമയുള്ളവനും തന്നെ ഉപാസിക്കുന്നവരുടെ മനോരഥങ്ങളെ അനിരുദ്ധ ഉവാച അല്ലെങ്കിൽ അനിരുദ്ധായ നമ മനോരഥങ്ങളെ പൂർണ്ണമായി സാധിപ്പിക്കുന്നവനുമായ നിങ്ങളുടെ സംബന്ധിയായ അനിരുദ്ധൻ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. 35 അഭിസ്വിതന്യേ. ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്കിപ്പോൾ തിരക്കൊന്നുമില്ലേ. സത്യമാമ അഭിസ്വിത് സ്വസ്തി ചരന്തി. അഭിസ്വിത് അന്യേന്നാണ്. അഭിസ്വിത് അന്യേ. അഭിസ്വിത് അന്യേ ച നിജ ആത്മദൈവം അനന്യവൃത്യാ സമനുവ്രതായേ ഹൃദീക സത്യാത്മജ ചാരുദേഷ്ണ ഗദാദയാ സ്വസ്തി ചരന്തി സൗമ്യാം. അഭിസിത് അന്യേ ച നിജാത്മദൈവം അനന്യവൃത്യാ സമനുവ്രതായേ ഹൃദീക സത്യാത്മജ ചാരുദേഷ്ണ ഗദാദയ സ്വസ്തി ചരന്തി സൗമ്യ. 3 4 ഒപ്പം വായിക്കണം. അപ്പോൾ അതിൻ്റെ വാക്കർത്ഥം എങ്ങനെ പറയാം? ശോഭന സ്വഭാവമുള്ള സൗമ്യ എന്ന് പറഞ്ഞാൽ ശാന്തനാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം പറഞ്ഞിങ്ങനെ ശോഭന സ്വഭാവമുള്ളവനാ.
തങ്ങളുടെ ആത്മാവിന് പ്രകാശത്തെ നൽകുന്ന ദേവനെ, ശ്രീകൃഷ്ണനെ. അപ്പോൾ അത് ഉള്ളിലല്ലേ, ആത്മീയ ചൈതന്യം ഉള്ളിലല്ലേ. അപ്പോൾ ഇവനെന്തിനാ ഗുരുവായൂർ പോയിട്ട് തിങ്ങി പാർക്കണേ? കാശ് ചിലവാക്കിയിട്ട് ആ കാശ് അച്ഛനമ്മയ്ക്കും ഉപകാരമായിക്കൂടെ? ഇനി അങ്ങനെയും വേണ്ടേ പറയാ? അപ്പോൾ ആത്മാവിന് പ്രകാശത്തെ നൽകുന്ന ദേവനെ അനന്യവൃത്യ, അന്യചിന്ത കൂടാതെ യാതൊരുത്തൻ വേണ്ടവിധം സേവിക്കുന്നുവോ, ഹൃദീകൻ, സത്യഭാമാപുത്രൻ, ചാരുദേഷണൻ, ഗതൻ മുതലായവർ സുഖമായിരിക്കുന്നുവോ ചോദിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ബാക്കിയുള്ള എല്ലാ യാദവന്മാരുടെയും കുശലത്തെ ഒന്നായിട്ട് ചോദിക്കുന്നു. ഹേ സൗമ്യ, ദേഹാദികളിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ജീവാത്മാവും, ഇത് കാണാൻ അറിയണം. എന്താ? ദേഹാദികളിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ജീവാത്മാവിനും ദൈവമായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ഏതൊരുത്തൻ അന്യത്ര മനസ്സ് വയ്ക്കാതെ ഏകാന്ത ഭക്തിയോടുകൂടെ ആശ്രയിക്കുന്നുവോ. ഈ ഏകാന്ത ഭക്തി എപ്പോഴാ? നിഷ്കാമകർമ്മം ചെയ്യുമ്പോഴേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ ഈ നോട്ടീസിൽ, സപ്താഹ നോട്ടീസിന് ഇന്നന്ന ദിവസം ഇന്നന്ന പൂജകൾ ഇന്നന്ന ഫലം എന്ന് പറയരുത്. നിഷ്കാമകർമ്മം പറയാനാണ്. ഇന്ന് വെളുത്ത പൂവ്, ഇന്ന് കടും പായസം, അതൊന്നും പറയരുത്. ഭഗവാൻ നിരാകാരമാണ്. ഈ ആൾക്കാർക്ക് ഭാഗവതം വായിക്കണം എന്നുള്ളൊരു ത്വരിതുണ്ടാക്കി കൊടുക്കണമായിരിക്കണം സപ്താഹത്തിൻ്റെ ഉദ്ദേശം. അല്ലാതെ കൊണ്ട് പ്രസാദം വാങ്ങിപ്പിക്കലല്ല. അവരുടെ കാശ് കൊണ്ട് നമ്മൾ പ്രസാദം ഉണ്ടാക്കിയിട്ട് അവർക്ക് പ്രസാദം കൊടുക്കുക. എന്തിനാത്? അപ്പോൾ ആശ്രയിച്ചിരിക്കുന്നു ആ ഹൃദീകൻ, സത്യഭാമയുടെ പുത്രൻ, ചാരുദേഷ്ണൻ, ഗതൻ ഇവരേവരും സൗഖ്യമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഇനി 36-ാമത്തെ, അഭിസ്വദോർഭ്യാം വിജയാച്യുതാഭ്യാം ധർമ്മേണ ധർമ്മ പരിപാതിസേതും ദുര്യോധനോ അതപ്യത യത്സഭായാം സാമ്രാജ്യലക്ഷ്മ്യാ വിജയാനുവൃത്യാം. അഭിസ്വദോർഭ്യാം വിജയാച്യുതാഭ്യാം ധർമ്മേണ ധർമ്മ പരിപാതിസേതും ദുര്യോധനോ അതപ്യത യത്സഭായാം സാമ്രാജ്യലക്ഷ്മ്യാ വിജയാനുവൃത്യാം. എന്താ പറഞ്ഞത്? ആദ്യം നമുക്ക് വാക്കാർത്ഥം പറയാം. ധർമ്മപുത്രർ തൻ്റെ കൈകളായിരിക്കുന്ന അർജുനനോടും ശ്രീകൃഷ്ണനോടും, ധർമ്മപുത്രർക്ക് 2 കയ്യാ, പക്ഷേ ഒന്ന് ശ്രീകൃഷ്ണനാണ്, ഒന്ന് അർജുനനാണ്. എന്താ ഭീമസേനയും നകുല സഹദേവനെയും പറയാത്തത് എന്ന് ചോദിക്കരുത്. അതൊരു അഭംഗിയുള്ളതാ ചോദ്യം. ആ ചോദ്യം അസ്ഥാനത്താണ്. അപ്പോൾ ശ്രീകൃഷ്ണനോടും കൂടെ മര്യാദയെ ധർമ്മം തെറ്റാതെ പരിപാലിക്കുന്നുവോ, യാതൊരുവൻ്റെ സഭയിൽ അർജുനൻ്റെ സേവ ഹേതുവായിട്ടുണ്ടായ ചക്രവർത്തി ഐശ്വര്യം നിമിത്തം ദുര്യോധനൻ ദുഃഖിച്ചുവോ. അതാണ് സത്യം. രാജസൂയത്തിന് എല്ലാവരെയും ജയിച്ചു വന്നു അല്ലേ. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയുകയാണെങ്കിൽ, യാദവന്മാരുടെ കുശലം ചോദിച്ചതിന് ശേഷം പാണ്ഡുപുത്രന്മാരുടെ കുശലം ചോദിക്കുന്നു. ആരുടെ സഭയിൽ പ്രവേശിച്ചപ്പോൾ അർജുനൻ്റെ നിരന്തര സേവയുടെ ഫലമായി ലഭിച്ചിരിക്കുന്ന സാമ്രാജ്യലക്ഷ്മിയാൽ ദുര്യോധൻ തപിച്ചുവോ. ആ ധർമ്മപുത്രർ അദ്ദേഹത്തിൻ്റെ കൈകൾ പോലെ ഇരിക്കുന്ന അർജുനനോടും ശ്രീകൃഷ്ണനോടും കൂടെ ചേർന്ന് ശാസ്ത്രമര്യാദയെ, അപ്പോൾ ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ ശാസ്ത്രമര്യാദ ഗ്രന്ഥങ്ങളാണ്. ഇത് പഠിക്കാതെ കണ്ട് വായിക്കാൻ പഠിക്കല്ല, ഇതിൻ്റെ അർത്ഥം അറിയണം. മര്യാദയെ തെറ്റാതെ ധർമ്മത്തെ പരിപാലിക്കുന്നു. വളരെ ഡെലിക്കേറ്റ് സബ്ജക്റ്റാണ്. എനിക്ക് വായിക്കാനറിയാം. പക്ഷേ അങ്ങനെ പറയരുത്. അപ്പോൾ 37-ാമത്തെ ശ്ലോകം,
കിം വാ കൃതാഘേഷഘമത്യമർഷി ഭീമോ അഹിവന്തീർഘതമം വിമുഞ്ചത് യസ്യാംഗ്രിപാദം രണഭൂർണസേ സ ഇഹേ സേഹേ എന്നല്ല സ ഇഹേ. ഒരു മിനിറ്റ്, ഞാനതൊന്ന് നോക്കിയിട്ട് പറയാം. കാരണം ന സേഹേ സഹിക്കയില്ലയോ, ന സേഹേ സഹിക്കയില്ലയോ, ന സേഹേ സഹിക്കയില്ലയോ, സേഹേന്ന് അവിടെ പിരിച്ച് കാണുന്നില്ല. അപ്പോൾ പിന്നെ അപ്പോൾ പറഞ്ഞു കിംവാകൃതാഗേഷഘമർത്യമർഷി. വിചിത്രം ചരത സമ്പ്രദായത്തെ സഞ്ചരിക്കുന്ന അംഗ്രിപാദം, അംഗ്രിപാദമുണ്ട്, ശരിയാണ്. പിന്നെ രണഭൂ ഉണ്ട്. രണഭൂർ ന സേഹേ, ന സേഹേ സഹിക്കയില്ലയോ. കിം വാ കൃതാഗേഷഘമർത്യമർഷി ഭീമോ അഹിവധീർഘതമം വിമുഞ്ചത് യസ്യാംഗ്രിപാദം രണഭൂർ ന സേഹേ മാർഗം ഗതായാശ്ചരതോ വിചിത്രം. അതായത് ഇതിലിപ്പോൾ എന്താ വിചാരിച്ചാൽ, ഞാനൊരു സംസ്കൃത പണ്ഡിതനല്ല. അപ്പോൾ തെറ്റായിട്ട് ഉച്ചരിക്കാണ്ട് വാക്കുകൾ എങ്ങനെ പിരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ നോക്കണത്. അത് നിങ്ങൾക്ക് ഫലം ചെയ്യും അങ്ങനെ മനസ്സിലാക്കിയാൽ. അപ്പോൾ പറഞ്ഞു, ഗതയുടെ അത്ഭുതകരമായ സമ്പ്രദായത്തെ പ്രകാശിപ്പിക്കുന്ന വിധം സഞ്ചരിക്കുന്ന ഗതയുടെ ഗതയുടെ അത്ഭുതകരമായ സമ്പ്രദായത്തെ പ്രകാശിപ്പിക്കുന്ന വിധം സഞ്ചരിക്കുന്ന യാതൊരുവൻ്റെ പാദപ്രക്ഷേപത്തെ യുദ്ധഭൂമി സഹിക്കയില്ലയോ. അവിടെ നിങ്ങളുടെ പുസ്തകമുള്ളവർക്ക് ന സേഹേ സഹിക്കയില്ല, ന സേഹേ എന്ന് കഴിഞ്ഞിട്ട് ഈക്വൽ ടു എന്ന് വേണം, സമം എന്നുള്ളത് വേണം. അതില്ല, ഞാൻ അതാ തപ്പിയിട്ട് എനിക്ക് വിഷമമായത്. അപ്പോൾ സഹിക്കയില്ലയോ. സർപ്പമെന്ന പോലെ അതിക്രുദ്ധനായ ഭീമസേനൻ അപരാധം ചെയ്തവരിൽ ബഹുകാലമായി വിചാരിച്ചിരിക്കുന്ന ദണ്ഡത്തെ ഏൽപ്പിച്ചുവോ, വേണ്ട ശിക്ഷ കൊടുത്തില്ലേ എന്ന് ചോദിച്ചു. അത്യമർഷി, ഇനി അവിടെ ഒന്നുണ്ട്, യാതൊരുവിൻ്റെ രണഭൂ ന സേഹേ സഹിക്കല്ലയോ. അഹിവത് ചരതോ അഹിവത് ഭീമോ അഹിവത് കണ്ടോ, ഭീമോ അഹിവത് ദീർഘതമം ദീർഘതമം വിമുഞ്ചത്. കിട്ടി 2-3 അവിടെ ഇവിടെയും കിട്ടി, അത് വലിയൊരു കാര്യമല്ലേ. കിം വാ കൃതാഗേഷ അവിടെ ഉണ്ടോ നോക്കട്ടെ. യസ്യ അംഗ്രിപാദം യാതന യുദ്ധഭൂമി അഹിവത് അത്യമർഷി ഭീമ കൃതാഗേഷു കൃതാഗേഷു അപരാധം ചെയ്തവരിൽ ദീർഘതമം അഘം ദീർഘഷു അഘം അത്യമർഷി. ആകെ അതിൻ്റെ സ്വഭാവം മാറിയപ്പോൾ. അഘം അഘം കിം വാ കൃതാഗേഷു അഘം അമർത്യമർഷി. അല്ല, അത്യമർഷി
കിം വാ കൃതാഗേഷു അഘം അത്യമർഷി ഭീമോ അഹിവത് ദീർഘതമം വിമുഞ്ചത് യസ്യാംഗ്രിപാദം രണഭൂർന സേഹേ മാർഗം ഗദായാ ചരതോ വിചിത്രം മാർഗം ഗദായാ ഗദായാത് മാർഗം ഗദായാ ചരതോ ചരത മാർഗം ചരതോ വിചിത്രം. കുറച്ച് ഇപ്പം ശരി. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. എന്താത്? ഗദായുദ്ധത്തിലുള്ള വിവിധ പ്രയോഗങ്ങളെ കാട്ടുവാൻ തക്കവിധം ആശ്ചര്യമായി സഞ്ചരിക്കുന്ന ഏതൊരുവൻ്റെ പാദപ്രക്ഷേപങ്ങളെ യുദ്ധഭൂമിക്ക് സഹിക്കാൻ കഴിയാതിരിക്കുന്നുവോ, സർപ്പം പോലെ ക്രോധിച്ച് ദീർഘശ്വാസം വിട്ടുകൊണ്ടിരിക്കുന്ന ആ ഭീമസേനൻ തനിക്ക് അപരാധം ചെയ്തവരിൽ ഏൽപ്പിക്കുവാൻ ബഹുകാലമായി വിചാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യസനത്തെ ശത്രുക്കളിൽ പ്രവേശിച്ചുവോ ഇല്ലയോ? ഇത്രയും അറിയണം എന്ന് പറഞ്ഞു. അവിടെ നിർത്താം. 38ാമത്തെ ശ്ലോകം മുതൽക്ക് നമുക്ക് നാളെ പറയാം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും ഉദ്ബോധിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.